ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത് ഓപ്പറേറ്റേഴ്സ് ഇൻ C++ ആണ്. അതിൽ നമ്മൾ അർത്ഥമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കി, റിലേഷൻ ഓപ്പറേറ്റേഴ്സ് നമ്മൾ നോക്കി. ഇനി നോക്കാനുള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലോ എക്സ്പ്രഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ 2 or more എക്സ്പ്രഷൻസ്. അതിനുവേണ്ടിയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഈ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് സാധാരണ റിലേഷണൽ എക്സ്പ്രഷനാണ് ഇവിടെ നമ്മൾ മീൻ ചെയ്യുന്നത്. റിലേഷണൽ എക്സ്പ്രഷൻസ് ആർ ക്രിയേറ്റഡ് ബൈ യൂസിങ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചാണ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു combine two or more എക്സ്പ്രഷൻസ്. സാധാരണഗതിയിൽ നമ്മൾ റിലേഷണൽ എക്സ്പ്രഷൻസ് കമ്പൈൻ ചെയ്യാനാണ് പ്രധാനമായിട്ടും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഓപ്പറേറ്റർ തന്നെയാണ് ലോജിക്കൽ ആൻഡ്. 3 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ നോട്ട്. ഇനി 1 by 1 ആയിട്ട് നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സും നോക്കാം. ആദ്യം നോക്കാൻ പോകുന്ന ലോജിക്കൽ ആൻഡ്. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന 2 ആംപർസാൻഡ് സിമ്പിളാണ്. ആംപർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്താണ് നമ്മൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈഫ് 2 ഓപ്പറൻസ് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത്. 2 ഓപ്പറൻറ്റേ ഉള്ളൂ. 2 ഓപ്പറൻ്റ് അല്ല, 2 കൂടുതൽ ഓപ്പറൻറ്റ് വരാം. ഇഫ് ബോത്ത് ദ ഓപ്പറൻസ് ആർ ട്രൂ, then the condition will be true. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, if both the operands in the logical operation is true, the output will be true. Okay, അപ്പം if ഇങ്ങനെ എഴുതാം. അതിൻ്റെ ഡെഫിനിഷനൊക്കെ ഇങ്ങനെയാണ്: if both the operands are in, if both the operands are non-zero, means true എന്നുള്ള വാല്യാണ്. if both the operands are non-zero, both the operations are non-zero, then the condition becomes true. Then the condition becomes true. ട്രൂ എന്ന് പറയുന്നത് 1, ഫോൾസ് എന്ന് പറയുന്നത് 0. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. If both the operands in the logical expression are true, then the condition becomes true. ലോജിക്കൽ ഓപ്പറേഷനകത്തും 2 ഔട്ട്പുട്ടേ വരത്തുള്ളൂ. ഒന്നുകിൽ അത് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. It may be either true or false.
അല്ലാതെ വേറൊരു ഔട്ട്പുട്ടും ലോജിക്കൽ ഓപ്പറേഷനകത്ത് വരത്തില്ല. അത് ലോജിക്കൽ ആൻഡ് ആയാലും ലോജിക്കൽ ഓർ ആയാലും ലോജിക്കൽ നോട്ട് ആയാലും രണ്ട് ഔട്ട്പുട്ടേ വരത്തുള്ളൂ. ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷനകത്ത് രണ്ട് ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ട്രൂ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ടേബിൾ പറയുന്നുണ്ട്. എക്സ്പ്രഷൻ 1, എക്സ്പ്രഷൻ 2, എക്സ്പ്രഷൻ 1, എക്സ്പ്രഷൻ 2. എക്സ്പ്രഷൻ 1 ലോജിക്കൽ ആൻഡ് എക്സ്പ്രഷൻ 2 ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെ, വ്യത്യാസമൊന്നുമില്ല. എക്സ്പ്രഷൻ 0യും എക്സ്പ്രഷൻ 1 0, എക്സ്പ്രഷൻ 2 0 ആണെങ്കിൽ എക്സ്പ്രഷൻ ലോജിക്കൽ ആൻഡ് എക്സ്പ്രഷൻ 2 വിൽ ബി 0. അടുത്ത എക്സ്പ്രഷൻ 1 0 ആൻഡ് എക്സ്പ്രഷൻ 2 1 ആണെങ്കിൽ എക്സ്പ്രഷൻ 1 ആൻഡ് എക്സ്പ്രഷൻ 2 വിൽ ബി 0. രണ്ട് എക്സ്പ്രഷനും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരത്തുള്ളൂ. എക്സ്പ്രഷൻ 1 1ഉം എക്സ്പ്രഷൻ 2 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. And if both the expression 1 and expression 2 are 1, then E1 and E2 becomes 1. ഇതാണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ്റെ ടേബിൾ. രണ്ട് എക്സ്പ്രഷനും ട്രൂ ആണെങ്കിൽ ആവുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവത്തുള്ളൂ. ഓക്കെ, ഇതാണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ. For example, A is equal to 50 and B is equal to 100. A is equal to 50 and B is equal to 100. Then C is equal to 75 and D is equal to 150. അങ്ങനെയാണെങ്കിൽ A less than B and C less than D. എയുടെ വാല്യൂ എത്ര? 50. 50 ലെസ് ദാൻ 100. ബിയുടെ വാല്യൂ 100. ആൻഡ് സിയുടെ വാല്യൂ എത്ര? 75. ഡിയുടെ വാല്യൂ എത്ര? 150. 75 ലെസ് ദാൻ 150 ആണെങ്കിൽ രണ്ട് കണ്ടീഷനും ട്രൂ ആണല്ലേ. എ ലെസ് ദാൻ ബി ആണല്ലോ, അപ്പം ട്രൂ ആണ്. ആൻഡ് സി ലെസ് ദാൻ ഡി ആണല്ലോ, അപ്പോഴും ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ട്രൂ. ദ ഔട്ട്പുട്ട് വിൽ ബി ട്രൂ. ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതായത് ഒരു ലോജിക്കൽ ആൻഡ് ഓപ്പറേഷനിൽ ആ ഓപ്പറൻസ് എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നമുക്ക് ട്രൂ ആയിട്ട് കിട്ടത്തുള്ളൂ. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്ത പറയുന്നത് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ. Logical or operation. It is represented by the symbol കണ്ടുവരാം. Logical or operation. If any one of the operands is true. True എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. True, then the condition becomes true. Then the conditions become true.
ഏതെങ്കിലും ആ എക്സ്പ്രഷനകത്തുള്ള അല്ലെങ്കിൽ ആ ലോജിക്കൽ എക്സ്പ്രഷനകത്തുള്ള ഏതെങ്കിലും ഒരു ഓപ്പറൻ്റെ വാല്യൂ ട്രൂ ആണ് അല്ലെങ്കിൽ 1 ആണെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി 1 അല്ലെങ്കിൽ ട്രൂ. E1 എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉണ്ട്, E2 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇപ്പം E1 ഓർ E2 എന്ന് പറയുന്നത് E1 വാല്യൂ 0, E2 വാല്യൂ 0 ആണെങ്കിൽ E1 ഓർ E2 becomes 0. ആൻഡ് E1 വാല്യൂ 0, E2 വാല്യൂ 1 ആണെങ്കിൽ E1 ഓർ E2 എന്ന് പറയുന്നത് 1. അതുപോലെ E1 വാല്യൂ 1 ആൻഡ് E2 വാല്യൂ 0 ആണെങ്കിൽ E1 ഓർ E2 എന്ന് പറയുന്നത് 1. E1 വാല്യൂ E2 വാല്യൂ 1 ആണെങ്കിൽ E1 ഓർ E2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഓപ്പറൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബിക്കം 1. ഫോർ എക്സാമ്പിൾ, A is equal to 100, B is equal to 50. Okay, C is equal to 20 and D is equal to 60. ഞാൻ എഴുതുക, A is greater than B or C is greater than D. എയുടെ വാല്യൂ എത്രയാണ്? 100. ബിയുടെ വാല്യൂ എത്രയാണ്? 50. 100 ഈസ് ഗ്രേറ്റർ ദാൻ 50 ആണോ? ആണ്. അപ്പം ട്രൂ ആണ്. അപ്പം വാല്യൂ ഈസ് ട്രൂ. സി ഈസ് ഗ്രേറ്റർ ദാൻ ഡി ആണ്. സിയുടെ വാല്യൂ എത്രയാണ്? 20 ആണ്. ഡിയുടെ വാല്യൂ എത്രയാണ്? 60 ആണ്. അപ്പം 20 ഈസ് ഗ്രേറ്റർ ദാൻ 60 ആണോ? അല്ല. അപ്പം വാല്യൂ വിൽ ബി ഫോൾസ്. പക്ഷേങ്കിൽ ഈ രണ്ട് ഓപ്പറൻസിൽ ഒരു ഓപ്പറൻ്റെ വാല്യൂ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലോജിക്കൽ ഓപ്പറേഷൻ്റെ വാല്യൂ വിൽ ബിക്കം അല്ലെങ്കിൽ 1. അതാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഓപ്പറൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി 1. ഇതാണ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ. അടുത്ത പറയുന്നത് ലോജിക്കൽ നോട്ട്, നെഗേഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. Logical note. It is represented by the symbol an exclamatory mark. It is represented by the symbol exclamatory mark. It negates the result of a relational expression. The negate the result of a is the result of a relational expression. It negates the result of a relational expression. E1 എന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഇവിടെ ഇസ് എ യൂണറി ഓപ്പറേറ്റർ. നിങ്ങൾക്ക് അറിയാവുന്ന നോട്ട് ഓപ്പറേറ്റർ ഈസ് എ യൂണറി ഓപ്പറേറ്റർ. ഒറ്റ ഓപ്പറൻ്റ് ഉണ്ടായിരിക്കത്തുള്ളൂ. യൂണറി മീൻസ് ഇറ്റ് ഹാസ് ഓൺലി 1 ഓപ്പറൻ്റ്. നോട്ട് E1. E1 വാല്യൂ 0 ആണെങ്കിൽ നോട്ട് E1 വാല്യൂ 1 ആയിരിക്കും. E1 വാല്യൂ 1 ആണെങ്കിൽ നോട്ട് E1 വാല്യൂ 0 ആയിരിക്കും. ഇതാണ് നെഗേഷൻ ഓപ്പറേഷൻ. A is equal to 100. B is equal to 50. B is equal to 50. A is less than 100. Sorry, A is less than B. A is less than B. 100 എത്രയാണ്? എയുടെ വാല്യൂ എത്രയാണ്? 100. സോറി, എയുടെ വാല്യൂ 100 ആണ്. ബിയുടെ വാല്യൂ 50 ആണ്. 100 ലെസ് ദാൻ 50 ആണോ? അല്ല. അപ്പോൾ ഫോൾസ് ആണ്. ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. 100 ലെസ് ദാൻ 50 അല്ല.
അപ്പം എ ലെസ് ദാൻ ബിയുടെ വാല്യൂ ഔട്ട്പുട്ട് വിൽ ബി ഫോൾസ്. ഒരു റിലേഷൻ എക്സ്പ്രഷനാണ്. അതിനെ നെഗേറ്റ് ചെയ്യാം. നെഗേറ്റ് എ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ബിയുടെ വാല്യൂ എത്രയാണ്? ഫോൾസ് ആണ്. നെഗേറ്റ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ എടുക്കണം. ഇറ്റ് വിൽ ബിക്കം ട്രൂ. ഇറ്റ് വിൽ ബിക്കം ട്രൂ. ഇതാണ് ലോജിക്കൽ നെഗേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലോജിക്കൽ ഓപ്പറേഷൻസിനകത്ത് രണ്ട് ഔട്ട്പുട്ടേ വരത്തുള്ളൂ. ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. സിമിലർ ടു റിലേഷണൽ എക്സ്പ്രഷൻസ്. അടുത്ത ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഇൻപുട്ട് ഓപ്പറേറ്റർ എന്താണെന്ന്. ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഓപ്പറേഷന് വേണ്ടിയാണ്. ഒരു വാല്യൂ നമുക്ക് ഇൻപുട്ട് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് നമ്മൾ പറയുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ വാല്യൂ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻപുട്ട്. It is used for input operation. It is used for input operation. It is represented by the symbol. Input operator represented ചെയ്യുന്ന സിമ്പിളാണ് രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. It is represented, it is denoted by രണ്ട് ഗ്രേറ്റർ ദാൻ. ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും വാല്യൂ നമുക്ക് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ആ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഈ സിമ്പിളിന് പറയുന്ന ഈ ഓപ്പറേറ്ററിന് പറയുന്ന വേറൊരു പേരാണ് ഗെറ്റ് ഫ്രം, അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, മാറിപ്പോകരുത്. അപ്പം ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ടു ഇൻപുട്ട് എ വാല്യൂ ടു എ പ്രോഗ്രാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ ഇൻപുട്ട് ഓപ്പറേഷൻ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ടു ഗ്രേറ്റർ ദാൻ സിമ്പിൾ. It is also known as get from or extraction operator. Extraction operator എന്ന് പറയും, അല്ലെങ്കിൽ get from operator എന്ന് പറയും, അല്ലെങ്കിൽ input operator എന്ന് പറയും. It is represented by two greater than symbol. ഓക്കെ, നിങ്ങൾക്ക് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ആവും. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. അതിന് പറയുന്ന വേറൊരു പേരാണ് ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. അടുത്ത ഇനി പറയുന്നത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നമുക്ക് ഔട്ട്പുട്ട് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനോ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ യൂസ് ചെയ്യുന്ന, ഒരു പ്രോഗ്രാമിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഔട്ട്പുട്ട് operator. But it is used for output operation. It is used for output operation. It is denoted by the symbol. It is denoted by the symbol രണ്ട് ലെസ് ദാൻ സിമ്പിളാണ്.
ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ് രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ രണ്ട് ലെസ് ദാൻ സിമ്പിൾ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറയുന്ന വേറൊരു പേരാണ് പുട്ട് ടു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻസർഷൻ ഓപ്പറേറ്റർ. പുട്ട് ടു ഓപ്പറേറ്റർ ഓർ ഇൻസർഷൻ ഓപ്പറേറ്റർ. പുട്ട് ടു ഓപ്പറേറ്റർ ഓർ ഇൻസർഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പം ഇൻപുട്ട് ഓപ്പറേറ്റർ എന്തെങ്കിലും വാല്യൂസ് നമുക്ക് പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്തതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ടു ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഔട്ട്പുട്ട് എ വാല്യൂ ഫ്രം ദി പ്രോഗ്രാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം, അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പുട്ട് ടു അല്ലെങ്കിൽ ഇൻസർഷൻ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ടു ലെസ് ദാൻ സിമ്പിൾ. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്, ഒന്നോ രണ്ടോ തവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻപുട്ട് ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അടുത്ത പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ it is denoted by an equal symbol. നമ്മൾ ഈക്വൽ സിമ്പിൾ യൂസ് ചെയ്താണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ എ വാല്യൂ ഇൻ എ മെമ്മറി ലൊക്കേഷൻ. ഈ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ ആണ് അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു മെമ്മറി ലൊക്കേഷനെ ഒരു മെമ്മറിക്കകത്താണ് ഡേറ്റ ഇരിക്കുന്നത്. ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനെ റെഫർ ചെയ്യുന്ന നെയിമാണ് വേരിയബിൾ എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പം അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ a value in a memory location. Used to store a value in a memory location. It is used to store a value in a memory location. It is a binary operator. രണ്ട് ഓപ്പറൻഡ് ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. ഓർമ്മ വേണം, ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. ഓക്കെ, ലെറ്റ്സ് സേ ഞാൻ പറയാം, ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓപ്പറേറ്ററിനകത്ത് രണ്ട് ഓപ്പറൻഡ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഈസ് ഈക്വൽ ടു 3. എ ഈസ് ഈക്വൽ ടു 3. എന്താ സംഭവിക്കുന്നത്? എയിലേക്ക് 3 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും. ഫോർ ഒന്നുകൂടെ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 3. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 3. എ എന്ന് പറയുന്നത് വേരിയബിളാണ്. ഇൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡേറ്റ ടൈപ്പുമാണ്. എ എന്നിൻ്റെ ഡേറ്റ ടൈപ്പാണ് ഇൻറ്റ്. ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. എയുടെ എന്ത് ടൈപ്പാണ്? ഇൻറ്റിജർ ടൈപ്പാണ്. അത് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി എടുക്കും? 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി എടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മെമ്മറിയിൽ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആർക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യും? എക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യും.
4 ബൈറ്റ്സ് ഓഫ് മെമ്മറി എക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യും. അതിൽ 3 എന്ന് പറയുന്ന വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും? ഈ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ വേറൊരു വേരിയബിൾ പറയാം, ഇൻറ്റ് ബി. ഇപ്പം ബി എന്ന് പറയുന്നത് ഇസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? 4 മെമ്മറി ലൊക്കേഷനുള്ള ഒരു മെമ്മറി ഏരിയ നമുക്ക് അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് ആ മെമ്മറിയെ റെഫർ ചെയ്യാനായിട്ട് ബി എന്ന് പറയുന്ന വേരിയബിൾ നെയിം യൂസ് ചെയ്യും. എന്നിട്ട് ഞാൻ പറയാണ് ബി ഈസ് ഈക്വൽ ടു എ. അസൈൻമെൻറ്റ് ഓപ്പറിൽ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് പറയുന്നത്. എ ഈസ് ഈക്വൽ ടു ബി. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്താണ് അത് ബിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ. എയുടെ വാല്യൂ എത്രയാണ് അത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പം ബിയുടെ വാല്യൂ എത്രയായി? ബി. ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ സിമ്പിളായിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. ഒരു വേരിയബിളിനകത്തേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. ഓക്കെ, നമ്മൾ ഈക്വൽ ടു റിലേഷണൽ ഈക്വൽ ടു കണ്ടു. നമ്മൾ റിലേഷൻ ഓപ്പറേറ്റർ ഈക്വൽ ടു ഉണ്ടോ? ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതും വ്യത്യാസമാണ്. ഇത് കമ്പാരിസൺ ആണ്. ഈക്വൽ ആണോ എന്ന് കമ്പയർ ആണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ രണ്ടിനും പറയുന്നത് ഈക്വൽ ടു എന്നാണ് പറയുന്നത് സാധാരണ ഇത്. പക്ഷേ പ്രോഗ്രാമിംഗ് ടെർമിനോളജിയിൽ നമ്മൾ സിംഗിൾ ഈക്വൽ ടു സിമ്പിൾ ആണെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ഈക്വൽ ടു ഓപ്പറേറ്റർ എന്നും പറയും. മനസ്സിലായല്ലോ? സിംഗിൾ ഈക്വൽ ടു സിമ്പിൾ ആണെങ്കിൽ നമ്മൾ അതിനെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇൻ പ്രോഗ്രാമിംഗ് ടെർമിനോളജി. ഓക്കെ, ഇതിനെ നമ്മൾ പറയും ഈക്വൽ ടു സിമ്പിൾ എന്ന് പറയും. നമ്മൾ മാത്സിൽ ഇത് എല്ലാത്തിനും പറയുന്നത് ഈക്വൽ ടു എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അടുത്ത പറയുന്നത് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. Arithmetic assignment operator. Arithmetic assignment operator. Arithmetic assignment operator യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് സ്റ്റേറ്റ്മെൻറ്റിനെ അല്പം കൂടെ കണ്ടൻസ്ഡ് ഫോമിൽ അല്പം കൂടെ ചുരുക്കി നമുക്ക് എഴുതാം. ഒരു അരിത്തമെറ്റിക് സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്കൊരു കണ്ടൻസ്ഡ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻ്റ് arithmetic statement. Represent arithmetic statements. In a condensed form. അല്പം കൂടെ നമുക്ക് ചുരുക്കി നമുക്ക് അരിത്തമെറ്റിക് സ്റ്റേറ്റ്മെൻറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതിന് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഈസ് ഈക്വൽ ടു അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. മൈനസ് ഈസ് ഈക്വൽ ടു plus is equal to minus is equal to multiplication operator is equal to division operator is equal to and modulus operator is equal to.
ഓക്കെ, അപ്പം ഞാൻ ഒരു അർത്ഥമെറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടൻസ്ഡ് ഫോമിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അർത്ഥമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽസ് പ്ലസ് ഓഫ് 10 എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഞാൻ എക്സ്പ്രഷൻ എഴുതിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതെങ്ങനെയാണ് അതിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ ചുരുക്കി എഴുതുന്നു, തിരിച്ചാണ് പ്ലസ് ഈസ് അതുപോലെ എക്സ് മോർ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മോഡ് ഓഫ്, അതുപോലെയാണ് ബാക്കിയല്ല അല്ലെ. എക്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു എക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. ഈ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ചുരുക്കി ഇങ്ങനെ എഴുതുന്നു. അതിന് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അർത്ഥമെറ്റിക് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചു, നമ്മളൊരു എക്സ്പ്രഷൻ എഴുതിയപ്പം ആദ്യത്തെ എക്സ്പ്രഷൻ എല്ലാം തന്നെ വേരിയബിൾ ആണ്. ബൈനറി ഓപ്പറേഷൻ ഇസ് ഓൾസോ എ ബൈനറി ഓപ്പറേറ്റർ. ബൈനറി ഓപ്പറേറ്ററാണ്. നമ്മൾ ഈ എഴുതിയ അസൈൻമെന്റ് അർത്ഥമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് എഴുതിയ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ഇങ്ങനെ എഴുതിയപ്പോൾ ആദ്യത്തെ ഓപ്പറന്റ് എല്ലാം തന്നെ വേരിയബിൾ ആണ്, രണ്ടാമത്തെ ഓപ്പറന്റ് വാല്യൂസ്. കണ്ടല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പം അർത്ഥമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. അടുത്ത ഇനി പറയുന്നത് ഇൻക്രിമെന്റ് ബാർ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ആദ്യം നമുക്ക് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ നോക്കാം. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഇൻറ്റിജർ വേരിയബിളിന്റെ വാല്യൂ ഇൻക്രീസ് ബൈ 1. ഒരു പർട്ടിക്കുലർ ഇൻറ്റിജർ വേരിയബിളിന്റെ വാല്യൂ 1 കൂട്ടാനാണ് നമ്മൾ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് റെപ്രസെന്റഡ് ബൈ 2 സൈൻ, 2 സൈൻ. അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് the value of an integer variable by 1. Okay. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ രണ്ട് ഫോമിലുണ്ട്. പ്രീഫിക്സ് ഫോമും, അത് ഞാൻ രണ്ടാമത് പറയാം, അതായിരിക്കും നല്ലത്. അടുത്ത പറഞ്ഞ ഡിക്രിമെന്റ് ഓപ്പറേറ്ററാണ്. ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ 2 - സൈൻ.
ഇപ്പോൾ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്താ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു decrease, it is used to decrease the value, that is used to decrease the value of an integer variable. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ, ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാനാണ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എ ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് പ്ലസ് ഈസ് ഈക്വൽ ടു 6. അതുപോലെ എ ഈസ് ഈക്വൽ ടു 5. എ മൈനസ് മൈനസ് ആണെങ്കിൽ വാല്യൂ ഈസ് ഈക്വൽ ടു 4. രണ്ട് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഡിക്രിമെൻ്റ് വേറെ രണ്ട് ഫോംസ് ഉണ്ട്, അത് ഞാൻ പറയാം. മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലം ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യും. എ മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ ഒന്ന് ഡിക്രീസ് ചെയ്യും. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു ഫോംസ്. Increment form has two forms. Increment and decrement operator has two forms. Okay, I'll first form on prefix form. Prefix increment operator. Prefix increment operator. Prefix. Okay. Prefix increment operator എന്ന് പറയുന്നത്, let's say a is equal to 5. എയുടെ വാല്യൂ 5 ആണെന്ന് വെച്ചു. പ്രിഫിക്സ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ്, പ്രിഫിക്സ് ഫോമിനകത്ത് ഇത് ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ഓപ്പറൻറ്റ്. Before the operand. The operator is placed before the operand. Let's say a is equal to 5. A യുടെ വാല്യൂ 5 ആണെന്ന് വെച്ചാൽ പ്ലസ് എ, അതാണ് പ്രിഫിക്സ് ഫോം. ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് എ ആണ്. എക്ക് മുമ്പിൽ നമ്മൾ ആ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. മൈനസ് എ, പ്ലസ് എ, മൈനസ് എ. ഇതാണ് പ്രിഫിക്സ്. ഓപ്പറൻറ്റ് മുമ്പ്, ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് എ, അതിന് തൊട്ട് മുമ്പ് നമ്മൾ ആ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ചേഞ്ച് ദെൻ യൂസ് മെത്തേഡ്. ഇറ്റ് ഈസ് കോൾഡ് ചേഞ്ച് ദെൻ യൂസ്. Change then
യൂസ് മെത്തേഡ്. ചേഞ്ച് ചെയ്യുക പിന്നെ യൂസ് ചെയ്യുക. അത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ഒരു എക്സാമ്പിൾ പറയാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. The operator placed before the operand. അതാണ് പ്രീഫിക്സ് ഫോം. ഓപ്പറൻഡ് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആ ഓപ്പറേറ്റർ കൊടുക്കും. അതാണ് പ്രിഫിക്സ് ഫോം. ഓക്കെ, അടുത്ത പറയുന്നത് പോസ്റ്റ് ഫിക്സ്. ഇത് രണ്ട് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിനും ആപ്ലിക്കബിൾ ആണ്, ഡിക്രിമെന്റ് ഓപ്പറേറ്ററിനും ആപ്ലിക്കബിൾ ആണ്. അടുത്ത പറയുന്നത് പോസ്റ്റ് ഫിക്സ്. പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ്, ഇൻക്രിമെന്റ് or decrement operator is placed after the let's say A is equal to 5. Postfix operator is placed after the operand. A is equal to 5. A plus plus comma A minus minus. ഓപ്പറൻറ്റിന് ശേഷമാണ് ഞാൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് പറയുന്നത്, ഈ മെത്തേഡിന് പറയുന്നത് യൂസ് ദെൻ ചേഞ്ച് മെത്തേഡ്. യൂസ് ദെൻ ചേഞ്ച് മെത്തേഡ്. യൂസ് ആദ്യം യൂസ് ചെയ്യുക, എന്നിട്ട് ചേഞ്ച് ചെയ്യുക. പ്രിഫിക്സിൽ എന്താ പറയുന്നത്? ചേഞ്ച് ദെൻ യൂസ്. ചേഞ്ച് ദെൻ യൂസ്. ഓക്കെ, പ്രിഫിക്സ് മെത്തേഡിൽ ചേഞ്ച് ദെൻ യൂസ്. പോസ്റ്റ് ഫിക്സ് മെത്തേഡിൽ യൂസ് ദെൻ ചേഞ്ച് മെത്തേഡ്. യൂസ് ദെൻ ചേഞ്ച് മെത്തേഡ്. ഓക്കെ, അപ്പം എ ഇസ് ഈക്വൽ ടു 5. എയുടെ വാല്യൂ ഇവിടെ 6 ആവും, ഇവിടെ എയുടെ വാല്യൂ 4 ആവും. രണ്ടിൻ്റെയും ഔട്ട്പുട്ട് സെയിം ആയിരിക്കും, പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചില സർക്കംസ്റ്റാൻസസിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിവിടെ നോക്കുമ്പോൾ ഔട്ട്പുട്ട് സെയിം തന്നെയാണ്. ഒരു വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, മറ്റടുത്ത് ഒരു വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്യുന്നു. ഇതേ ഉള്ളൂ രണ്ടിടത്തും, പ്രിഫിക്സിനും പോസ്റ്റ് ഫിക്സിനും. പക്ഷേ എങ്കിൽ അത് യൂസ് ചെയ്യുന്ന അനുസരിച്ച്, എവിടെ യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു, എവിടെ യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു, അതിനനുസരിച്ച് വാല്യൂ ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ എഴുതാൻ പോവാണ്. ആദ്യം പ്രിഫിക്സ് ഫോം. പ്രിഫിക്സ് ഇവിടെ പോസ്റ്റ് ഫിക്സ്. പ്രിഫിക്സ്, പോസ്റ്റ് ഫിക്സ്. പ്രിഫിക്സിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ചേഞ്ച് ദെൻ യൂസ്. ചേഞ്ച് ദെൻ യൂസ്. പോസ്റ്റിനകത്ത് യൂസ് ദെൻ ചേഞ്ച്. ഇതാണ് വ്യത്യാസം. ചേഞ്ച് ദെൻ യൂസ്, അവിടെ യൂസ് ദെൻ ചേഞ്ച്. ഓക്കെ, ലെറ്റ്സ് സേ A is equal to 5. A എന്നൊരു വേരിയബിൾ ആണ്, അതിന് ഞാൻ വാല്യൂ 5 ആയിട്ട് ഞാൻ കൊടുത്തു.
ഓക്കെ, ഇനി തൽക്കാലം നിങ്ങൾ പിന്നെ നിങ്ങൾ പഠിക്കും സി ഔട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ്. C++-നകത്ത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. സി ഔട്ട് എന്നാണ് പറയുന്നത്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സി ഔട്ട് ഉണ്ടോ. ഇൻസെർഷൻ ഓപ്പറേറ്റർ, പുട്ട് ഓപ്പറേറ്റർ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് പുട്ട് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പം ഞാൻ ഈ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഒന്നുകൂടെ പറയാം. ടു ഔട്ട്പുട്ട് എ വാല്യൂ, ഒരു വാല്യൂ ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എ ഈസ് ഈക്വൽ ടു 5, അപ്പോൾ ഞാൻ സി ഔട്ട് ചെയ്യുക. ഇൻ ദ കേസ് ഓഫ് പ്രീഫിക്സ് എല്ലാം സ്മോൾ ലെറ്റർ ആണ്. സി ഔട്ട് പ്ലസ് എ, സി ഔട്ട് പ്ലസ് എ. അതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ പോസ്റ്റ് ഫിക്സിൽ യൂസ് ചെയ്യാണ്. സി ഔട്ട് എ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ആദ്യത്തെ ഫോമിൽ ചേഞ്ച് ദെൻ യൂസ്, രണ്ടാമത്തേൽ യൂസ് ദെൻ ചേഞ്ച്. ഓക്കെ, എയുടെ വാല്യൂ 5 ആണ്. എന്താ പറയുന്നത്? ഔട്ട്പുട്ട് പറയുന്നത് സി ഔട്ട് പ്ലസ് എ ആകുമ്പോൾ എന്തോ ആകും? ഔട്ട്പുട്ട് വിൽ ബി, ശ്രദ്ധിച്ചോണം ഈ വാക്ക് ചെയ്തോണം, ചേഞ്ച് ദെൻ യൂസ്. എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യും. മറ്റടുത്ത് എന്തായിരിക്കും? പോസ്റ്റ് ഫിക്സിനകത്ത് ഔട്ട്പുട്ട് വിൽ ബി 5 തന്നെ. കാരണം ആദ്യം യൂസ് ചെയ്യുക, എയുടെ വാല്യൂ യൂസ് ചെയ്യുക, എന്നിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പം സി ഔട്ട് എ അല്ലേ, ആ വാല്യൂ ആദ്യം യൂസ് ചെയ്യും. എയുടെ വാല്യൂ എത്രയാണ്? 5. ഡിസ്പ്ലേ ചെയ്യുന്ന എന്താ വാല്യൂ ആയിരിക്കും? 5 ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. 6 ഡിസ്പ്ലേ ചെയ്യത്തില്ല. അത് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം, അത് കഴിഞ്ഞതിന് ശേഷം എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് 6 ആവും. അതാണ് യൂസ് ദെൻ ചേഞ്ച്. ആ എയുടെ വാല്യൂ ആദ്യം നമ്മൾ പ്രിന്റ് ചെയ്യുക, അതാണ് യൂസ്. ആ വാല്യൂ പ്രിന്റ് ചെയ്യണം, യൂസ് ചെയ്യണം. യൂസ് ചെയ്തതിന് ശേഷം ഇൻക്രിമെൻ്റ് ചെയ്യണം, അതാണ് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ആദ്യം നിങ്ങൾ ആ വാല്യൂ ചേഞ്ച് ചെയ്യണം, എന്നിട്ട് പ്രിന്റ് ചെയ്യണം, യൂസ് ചെയ്യണം. അവിടെ ആദ്യം പറയുന്നത് ആദ്യം വാല്യൂ പ്രിന്റ് ചെയ്യുക. ഇവിടെ പ്രിന്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്, ഡിസ്പ്ലേയിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് സി ഔട്ട് യൂസ് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അത് ആദ്യം നിങ്ങൾ ഔട്ട് ചെയ്യണം, എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്യണം. അതാണ് യൂസ് ദെൻ ചേഞ്ച്. ഇവിടെ ചേഞ്ച് ദെൻ യൂസ്. ഇത് സെയിം കാറ്റഗറിയാണ് ഡിക്രിമെന്റിനകത്ത്. ഇവിടെ നമ്മൾ മൈനസ് എ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ, ഫോർ എക്സാമ്പിൾ മൈനസ് എ കൊടുക്കുകയാണെങ്കിൽ വാല്യൂ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ 5 തന്നെ ആയിരിക്കും. എന്നിട്ട് എയുടെ വാല്യൂ ഒന്ന് കുറയ്ക്കും. ആദ്യം അത് പ്രിന്റ് ചെയ്തതിന് ശേഷം എയുടെ വാല്യൂ ഒന്ന് കുറയ്ക്കും. ഇതാണ് പ്രിഫിക്സും പോസ്റ്റ് ഫിക്സും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ഇനി പറയുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഞാൻ ടെർണറി ഓപ്പറേറ്റർ പറഞ്ഞൊരു എക്സാമ്പിളാണ്. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ വിത്ത് 3 ഓപ്പറൻസ്. അപ്പം ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററും യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം, അതിനുവേണ്ടിയാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് ഓവർ 3 ഓപ്പറൻസ്. ഇറ്റ് വർക്ക്സ് ഓവർ 3 ഓപ്പറൻസ്.
അപ്പം ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഓപ്പറൻറ്റ് is a logical condition, is a logical expression. It's a logical expression. The first operand is a logical expression. Bracket condition. And the remaining two are values. And the remaining two operands are, and the remaining two operands are values. Okay. അതിൻ്റെ ജനറൽ സിൻടാക്സ് എഴുതാൻ പോവാണ്. അതിൻ്റെ ജനറൽ ഫോം ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ റെപ്രസെൻറ്റഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഫോളോഡ് ബൈ എ കോളൻ സിമ്പിൾ. ക്വസ്റ്റ്യൻ മാർക്ക് ഫോളോഡ് ബൈ എ കോളൻ സിമ്പിൾ. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ് അതിൻ്റെ ജനറൽ ഫോം. എക്സ്പ്രഷൻ expression 1. After that there will be a question mark. Are there? Expression 2. Expression 1 for question mark expression 2. Expression 3. Expression 1, expression 2 followed by colon mark expression 3. Okay. ഫസ്റ്റ് എക്സ്പ്രഷൻ 1 എന്ന് പറയുന്നത് തിരിച്ച കണ്ടീഷൻ, അതൊരു കണ്ടീഷൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ വരികയാണ്. സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ 50 ഇറ്റ്സ് എ കണ്ടീഷനാണ്. സ്കോറിൻ്റെ വാല്യൂ 50-നേക്കാളും കൂടുതലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ പി പാസ് എന്ന് പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിൽ ആണെങ്കിൽ വാല്യൂ പി ആയിരിക്കും. അല്ലെങ്കിൽ വാല്യൂ എഫ് ആയിരിക്കും. ഫെയിൽ. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിനനുസരിച്ച് അടുത്ത എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇൻ ദിസ് കേസ് സ്കോർ എന്ന് പറയുന്ന വേരിയബിൾ ഇറ്റ്സ് എ വേരിയബിളിൻ്റെ വാല്യൂ എത്ര 50-യേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പാർട്ട് കഴിഞ്ഞിട്ട്, ഇതാണ് ട്രൂ പാർട്ട്. ക്വസ്റ്റ്യൻ പാർട്ട് കഴിഞ്ഞിട്ട് വരുന്നതിനാണ് നമ്മൾ ട്രൂ പാർട്ട് എന്ന് പറയുന്നത്. ട്രൂ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അല്ല, ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കോളൻ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഇതാണ് ഫോൾസ് പാർട്ട്. ട്രൂ പാർട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പാർട്ട് കഴിഞ്ഞിട്ട് വരുന്നത്. ഫോൾസ് പാർട്ട് എന്ന് പറയുന്നത് ഈ കോളൻ സിമ്പിൾ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടാണ് കോളൻ പാർട്ടെന്ന്, ഫോൾസ് പാർട്ടെന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കോർ ഈസ് ഈക്വൽ ടു 30 ആണെങ്കിൽ 30 ഈസ് ഗ്രേറ്റർ ദാൻ 50 ആണോ? അല്ല. അപ്പോൾ എന്തോ പ്രിന്റ് ചെയ്യും? എഫ് എന്ന് പറയുന്നത് ആ വാല്യൂ എക്സിക്യൂട്ട് ചെയ്യും. സ്കോർ ഈസ് ഈക്വൽ ടു 90 ഈസ് ഗ്രേറ്റർ ദാൻ 50 ആണോ? 90 ഈസ് ഗ്രേറ്റർ ദാൻ 50 ആണ്. ആണെങ്കിൽ പി പാർട്ട് ട്രൂ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായത് പി എന്നുള്ള വാല്യൂ എടുക്കും. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, എളുപ്പമുള്ള മാർഗമാണ്, ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് വരുന്ന എന്താണ് അത് എക്സിക്യൂട്ട് ചെയ്യും.
നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കോളൻ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് എന്താണ് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അടുത്ത പറയുന്നത് സൈസ് ഓഫ് ഓപ്പറേറ്റർ. അടുത്ത പറയുന്നത് സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്റർ ഇറ്റ് ഇസ് എ യൂണറി ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്റർ ഇസ് എ യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ ഒരു എക്സാമ്പിൾ, യൂണറി ഓപ്പറേറ്ററിന് ഒരു എക്സാമ്പിൾ ആണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഇറ്റ് റിട്ടേൺസ് the amount of memory space in bytes. It returns the amount of memory space, the amount of memory space in bytes. It returns the amount of memory space in bytes. Bytes allocated for the operand. For the operand. ഒരു ഓപ്പറൻഡിൻ്റെ സൈസ് എന്താണ് അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓപ്പറൻഡ് മേ ബി എ വേരിയബിൾ. ഓപ്പറൻഡ് ഒരു വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഡേറ്റ ടൈപ്പും ആവാം. ഇറ്റ് മേ ബി എ വേരിയബിൾ, ഒരു വേരിയബിൾ ആവാം. മേ ബി എ ഡേറ്റ ടൈപ്പ്, ഒരു ഡേറ്റ ടൈപ്പ് ആവാം. മേ ബി എ കോൺസ്റ്റൻ്റും ആവാം. ആദ്യം പറയുന്നത് സൈസ് ഓഫ് ഒരു ഡേറ്റ ടൈപ്പ്. ഒരു ഡേറ്റ ടൈപ്പ് ആവാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഡേറ്റ ടൈപ്പ്. അപ്പം ഞാൻ പറയാം സൈസ് സ്മോൾ ലെറ്റർ ആണ്, എല്ലാം സ്മോൾ ലെറ്റർ ആണ്. സൈസ് ഓഫ് ഇൻറ്റ്. സൈസ് ഓഫ് ഇൻറ്റ്. ഇൻറ്റിജറിൻ്റെ സൈസ് എത്രയാണ്? 4 bytes ആണ് അല്ലേ. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അല്ല എൻ്റെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ. അടുത്ത ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഞാൻ പറയാണ്. സൈസ് ഓഫ് കോൺസ്റ്റന്റ്. അപ്പം ഞാൻ എഴുതുക സൈസ് ഓഫ് 3.41. ചുമ്മാ ഒരു വാല്യൂ കൊടുത്തു 3.41. ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഇത്. നമ്മൾ ഒറ്റ ഇത് നോക്കുമ്പോൾ അത് റിട്ടേൺ ചെയ്ത് നമുക്ക് എന്തായിട്ട് തോന്നും? ഒരു ഫ്ലോട്ട് വാല്യൂ ആയിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെ നമ്മൾ കോൺസ്റ്റന്റ് വാല്യൂ ആണ് നമ്മൾ സൈസ് ഓപ്പറേറ്ററിൻ്റെ അവിടെ കൊടുക്കുകയാണെങ്കിൽ, ജസ്റ്റ് ലൈക്ക് ദിസ്, ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ ഫ്രാക്ഷൻ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് 8 bytes. ഡബിളായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എത്ര ആയിരിക്കും? 8 bytes. ഫ്ലോട്ടായിട്ടായിരിക്കും എടുക്കുന്നത്, ഡബിൾസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ. ഇത് ഫ്ലോട്ടാണ്. നമ്മൾ വിചാരിക്കും ഫ്ലോട്ടായിരിക്കും വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അല്ല, ഇങ്ങനെ നമ്മൾ കോൺസ്റ്റന്റ് വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെ എടുക്കുക? അതിൻ്റെ ഹയർ ഓപ്ഷൻ എടുക്കത്തുള്ളൂ. ഡബിൾ എത്ര എടുക്കുന്നത്? 8 bytes എടുക്കുന്നത്. ആ 8 bytes ആയിരിക്കും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. അത് ഓർമ്മ വേണം. എല്ലാവരും എഴുതി വെക്കും 4 bytes. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ ഫ്ലോട്ട് വാല്യൂ. 3.41 ഇറ്റ്സ് എ ഫ്ലോട്ട് വാല്യൂ. പക്ഷേ അത് റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സൈസ് ഓഫ് ഓപ്പറേറ്ററിലാണ് ഇത് ഇങ്ങനെ ഈ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, ഔട്ട്പുട്ട് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും?
8 ബൈറ്റ്സ് ആയിരിക്കും. 4 ബൈറ്റ്സ് ആയിരിക്കത്തില്ല, 8 ബൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, അടുത്ത സൈസ് ഓഫ് വേരിയബിൾ. Size of a variable. Let's say float p. P is a variable of type float. ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തേക്കാം. വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അപ്പം പി എന്ന് പറയുന്ന വേരിയബിൾ നെയിമാണ്, ഫ്ലോട്ട് എന്ന് പറയുന്ന ടൈപ്പാണ്. അപ്പോൾ സൈസ് ഓഫ് വേരിയബിൾ, അപ്പോൾ സൈസ് ഓഫ് പി. പി എന്ന് പറയുന്നത് എന്താണ്? ഓഫ് ടൈപ്പ് എന്താണ്? ഫ്ലോട്ടാണ് അല്ലേ? ഓഫ് ടൈപ്പ് ഫ്ലോട്ടാണ്. ഫ്ലോട്ട് എടുക്കുന്ന എത്ര മെമ്മറിയാണ്? 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഫ്ലോട്ട് എടുക്കുന്നത്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, സൈസ് ഓഫ് പി എന്ന് പറയുമ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എത്രയായിരിക്കും? 4. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, സൈസ് ഓഫ് ഓപ്പറേറ്റർ റിട്ടേൺസ് ദ മെമ്മറി സ്പേസ് ഇൻ ബൈറ്റ്സ്, ദ എമൗണ്ട് ഓഫ് മെമ്മറി സ്പേസ് ഇൻ ബൈറ്റ്സ്. അതിന് 3 ഓപ്പറൻസ് വരാം. ഒന്ന്, ഇറ്റ് മേ ബി എ വേരിയബിൾ, ഇറ്റ് മേ ബി എ വേരിയബിൾ, ഇറ്റ് മേ ബി എ ഡേറ്റ ടൈപ്പ്, ഓർ ഇറ്റ് മേ ബി എ കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്കൊരു പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പറയുന്നുണ്ട്. ഹൈറാർക്കി, അതായത് പ്രിസിഡൻസ്, ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഏതൊക്കെ ഓപ്പറേറ്ററാണ്? അതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് മൊത്തം 11 എണ്ണമാണ് നിങ്ങൾക്ക് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പാരന്തസിസ്. ഈ സിമ്പൽ ഇതിന് പറയുന്നതാണ് പാരന്തസിസ്. സെക്കൻഡ് പറയുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, നോട്ട് ഓപ്പറേറ്റർ, യൂണറി പ്ലസ് ഓപ്പറേറ്റർ, യൂണറി മൈനസ് ഓപ്പറേറ്റർ, സൈസ് ഓഫ് ഓപ്പറേറ്റർ. ടേബിൾ പറയുന്നുണ്ട്, നോക്കിയാൽ മതി. സൈസ് ഓഫ് ഓപ്പറേറ്റർ, സെക്കൻഡ് പ്രിസിഡൻസ്, പ്ലസ് പ്ലസ് മൈനസ് മൈനസ് 1, യൂണറി പ്ലസ് യൂണറി മൈനസ് സൈസ് ഓഫ്. അടുത്ത വരുന്നത് തേർഡ് പ്രയോറിറ്റി വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, ഡിവിഷൻ ഓപ്പറേറ്റർ, മോഡുലസ് ഓപ്പറേറ്റർ. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, ഡിവിഷൻ ഓപ്പറേറ്റർ, മോഡുലസ് ഓപ്പറേറ്റർ. ഫോർത്ത് പ്രിസിഡൻസ് വരുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, പ്ലസും മൈനസും. ഫിഫ്ത്ത് പ്രിസിഡൻസ് വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതാണ് അടുത്ത പ്രയോറിറ്റി. പ്രയോറിറ്റി താഴെ മുന്നോട്ട് വരും. അടുത്ത സിക്സ്ത് പ്രയോറിറ്റി ഈക്വൽ ടു ഓപ്പറേഷൻ, ഈക്വൽ ടു ഓപ്പറേറ്റർ ആൻഡ് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ. സെവന്ത് പറയുന്നത് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. എയ്ത്ത് പ്രിസിഡൻസ് ഓർ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ. സിക്സ്ത് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. സെവന്ത് ആൻഡ്, ലോജിക്കൽ ആൻഡ്. എയ്ത്ത് ലോജിക്കൽ ഓർ. നയൻത് കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഹയസ്റ്റ് പ്രയോറിറ്റി അതാണ്. 10th അസൈൻമെന്റ് ഓപ്പറേറ്റർ. ബാക്കിയുള്ള അർത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എല്ലാം വരും. അർത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞിട്ട് വരുന്നത് പ്ലസ് ഈസ് ഈക്വൽ ടു, മൈനസ് ഈസ് ഈക്വൽ ടു, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു, ഡിവിഷൻ ഈസ് ഈക്വൽ ടു, മോഡുലസ് ഈസ് ഈക്വൽ ടു. ഇതൊക്കെയാണ് 10th വരുന്നത്. 11 കോമ ഓപ്പറേറ്റർ.
കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ടു സെപ്പറേറ്റ് വാല്യൂസ്, അതിനാണ് കോമ ഓപ്പറേറ്റർ. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പറയുന്ന ബുക്കിനകത്ത് കിടക്കുന്നു കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ടു സെപ്പറേറ്റ് വാല്യൂസ്. എ കോമ ബി, ബി കോമ സി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ടു സെപ്പറേറ്റ് വാല്യൂസ്, അതിനു വേണ്ടിയാണ് കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹയസ്റ്റ് പ്രിസിഡൻസ് ഉള്ളത്, പ്രയോറിറ്റി ഉള്ളത് പാരന്തസിസ്. ഈ ബ്രാക്കറ്റ്സിന് പറയുന്നതാണ് പാരന്തസിസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ബ്രാക്കറ്റ്സിന് പറയുന്നതാണ് സ്ക്വയർ ബ്രാക്കറ്റ്സ്. സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഇങ്ങനത്തെ ബ്രാക്കറ്റ്സിന് പറയുന്നതാണ് ആംഗിൾ ബ്രാക്കറ്റ്സ്. ആംഗിൾ ബ്രാക്കറ്റ്സ്. ഇങ്ങനത്തെയാണ് പറയുന്നത് ബ്രേസസ്. ബ്രേസസ്, ഓപ്പൺ ബ്രേസ്, ക്ലോസ് ബ്രേസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പാരന്തസിസ് എന്നാണ് പറയുന്നത്. പാരന്തസിസ് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത്രയാണ് പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ നമ്മൾ നോക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് പ്രിസിഡൻസ് പാരന്തസിസ്, അത് കഴിഞ്ഞ് താഴോട്ട് വരുന്ന സിമ്പിൾസിന് കുറഞ്ഞ് അതിൻ്റെ പ്രിസിഡൻസ് കുറഞ്ഞു വരും. മേളിൽ താഴോട്ട് വരുമ്പോൾ പ്രിസിഡൻസ് കുറഞ്ഞു താഴെ നിന്ന് മേളോട്ട് പോകുമ്പോൾ പ്രിസിഡൻസ് കൂടി വരും. അല്ല, പ്രിസിഡൻസ് അല്ല, പ്രയോറിറ്റി കൂടി വരും. ഓക്കെ, ഇത്രയാണ് ഈ സെക്ഷനിൽ പറയാനുള്ളത്.